യുവതികളായ സ്ത്രീകൾ റോട്ടുമ്പലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ്. മുമ്പൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല. വാസ്തവത്തിൽ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാഅത്തിനെ നശിപ്പിക്കാനും വേണ്ടി ബിദ്അത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഖത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത്, സുന്നത്തി ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത്. അവരുടെ വഞ്ചനയിൽ ഒരു മഹല്ല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തു തോന്നിവാസവും ചെയ്യാം എന്നതും നബിതങ്ങളെ മദ്ഹാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത്. സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ആലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നതുകൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ പേരിൽ അനുഷ്ഠിക്കുന്ന പ്രവാചക ജന്മദിനം ആഘോഷിക്കുന്നത് സംബന്ധമായിക്കൊണ്ട് പല വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നല്ല ബിദ്അത്താണ് എന്ന് വരെ ആ ഒരു കാര്യത്തിൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് തെളിവൊന്നുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇനി നല്ല ബിദ്അത്താണ് എന്നുള്ള ആ ഒരു കാര്യത്തിനുള്ള വിശദീകരണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇവിടെ 4 മുസ്ലിയാക്കന്മാർ പറയുന്ന, ഉസ്താദുമാർ പറയുന്ന ജന്മദിനം എന്നുള്ള ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടതിന് ശേഷം നമുക്ക് വിലയിരുത്താം ജന്മദിനത്തിന് ഇസ്ലാം നൽകുന്ന വാല്യൂ എന്താണ്, അത് ഒരു ആഘോഷമായിക്കൊണ്ട് പുണ്യപ്രവാചകന്റെ പേരിലേക്ക് കെട്ടിയെഴുന്നള്ളിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണ് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. ആദ്യം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട, ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹൻബലിയിലോ മാലിക്കോ ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ വ്യക്തമായിക്കൊണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നു, അദ്ദേഹം കാസിമിയാണെന്നുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതല്ല നമ്മളുടെ വിഷയം. ജന്മദിനം ആഘോഷിക്കൽ, കഴിക്കൽ അത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് കഴിക്കാം, അനുവദനീയമാണ്, അത് പുണ്യമുള്ളതാണ്, അല്ലെങ്കിൽ അത് തെറ്റില്ലാത്തതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പൊന്മള ഉസ്താദ് ഇവിടെ ചോദിക്കുന്നത്. വ്യക്തമായിക്കൊണ്ട് പൊന്മള ഉസ്താദ് ഇത് പറയുന്നത് ഇത് ആഘോഷിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എന്തായാലും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ ചോദിക്കുവാനുള്ള ഒരു ചോദ്യം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു, അതിവിപുലമായിക്കൊണ്ട് തന്നെ വലിയ ആഘോഷമായിക്കൊണ്ട് അനുഷ്ഠിക്കുന്നു, ആഘോഷിക്കുന്നു ചില വിഭാഗക്കാർ. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പണ്ഡിതനും ഇസ്ലാമിൽ മുൻമാതൃകയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് നല്ല ബിദ്അത്താണ്, നല്ല ബിദ്അത്തായിട്ട് നമുക്ക് അനുഷ്ഠിക്കാം, ആഘോഷിക്കാം എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്ന ഒരൊറ്റ വാക്കെടുത്തുകൊണ്ട് ജന്മദിനം ആഘോഷിക്കൽ ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. പുണ്യമുണ്ടോ ഇല്ലെന്നല്ല, പാടില്ല എന്നുള്ളതാണ് ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻമാതൃകയില്ല, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന് ജന്മദിനാഘോഷം അത് വിപുലമായിക്കൊണ്ട് വിപുലീകരിച്ചുകൊണ്ട് ആഘോഷിക്കാൻ പാടില്ലെങ്കിൽ മുസ്ലിങ്ങൾ വളരെയേറെ സ്നേഹിക്കുന്ന, അനുധാവനം ചെയ്യുന്ന പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അത് അനുഷ്ഠിക്കാൻ പാടുമോ, ആഘോഷിക്കാൻ പാടുമോ? ഇത് ആഘോഷിക്കുന്നവർ ചിന്തിക്കുക. ഇനി ഇതേ വിഭാഗത്തിലുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട്. ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കല് വലിയ ഇബാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട്. അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തിയെടുത്തതല്ലാതെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ ആലിമീങ്ങൾ ആരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല. ഓക്കെ, ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറയുന്നു, വേറെ ഏതോ മതവിഭാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്ന, ആചരിച്ചിരുന്ന ആ ഒരു കാര്യം അത് മതത്തിൽ പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പേരിലും അതല്ലാതെ
പുണ്യമറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിലേക്കും എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, മുൻപ് കഴിഞ്ഞു പോയ ആരും തന്നെ അത് പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ല, പുണ്യമല്ലെങ്കിൽ തന്നെ അനുവാദം നൽകിയിട്ടില്ല. മതത്തിലേക്ക് എന്തെങ്കിലും കടത്തിക്കൂട്ടുകയാണെങ്കിൽ മുൻമാതൃകയില്ലാതെ കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അനുവാദമില്ലെങ്കിൽ, ആ അനുവാദം നൽകാത്ത, അങ്ങനെ ഒന്ന് കാണിച്ചു തരാത്ത, ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ച, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ എന്തെന്ന് പഠിപ്പിച്ച, ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിച്ച ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, എന്ത് പറയണം, ആരോട് പറയണം എന്നെല്ലാം വ്യക്തമായിക്കൊണ്ട് നിഷ്കർഷിച്ച അധ്യാപനം നടത്തിയ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇവരിത് ആഘോഷിക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ, ഇത് ആഘോഷിക്കുന്നവർക്കുള്ള കാര്യങ്ങളെ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ അവർ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു മുസ്ലിയാരെ, അദ്ദേഹം കുറച്ചുകൂടി പുരോഗമനമായിട്ടൊക്കെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്, സിംസാറുൽ ഹഖ് ഹുദവിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ആകമാ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ, മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാ. നമ്മളെമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്, നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ജന്മദിനാഘോഷം, അത് സംബന്ധമായിക്കൊണ്ട് കേക്ക് കട്ടിച്ചേല്, അതുപോലെയുള്ള കാര്യങ്ങളാണ് സിംസാറുൽ ഹഖ് ഹുദവി ഇവിടെ പറഞ്ഞത്. അപ്പൊ ചില ആളുകൾക്കെങ്കിലും കാര്യം ഇതെങ്ങനെങ്കിലും ഒന്ന് ആഘോഷിക്കണം, ഇതെങ്ങനെങ്കിലും ഒന്ന് ഏറ്റിപ്പിടിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ പറയും, അത് സാധാരണക്കാരൻ്റെ ജന്മദിനത്തിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിൽ നടത്തിയിട്ടില്ല. റസൂലുള്ളാഹിൻ്റെ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നടത്തിയിട്ടില്ല. അതിനുശേഷം അവരിൽ നിന്നും ദീൻ ഉൾക്കൊണ്ട താബഈങ്ങളോ തബഉ താബഈങ്ങളോ, അത് കഴിഞ്ഞ് മദ്ഹബിൻ്റെ ഇമാമികളോ മറ്റു പൂർവ്വസൂരികളായ പണ്ഡിത കേസരികളൊന്നും തന്നെ അത് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളാണ് അവരെക്കാൾ വലിയ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുഷ്ഠിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? തെറ്റല്ലേ അത്? അപ്പോൾ ഇത് ചോദിച്ചു വരുന്ന ആളുകൾക്ക് ജന്മദിനാഘോഷം ഇസ്ലാമിലില്ല, പിന്നെ എങ്ങനെ പ്രവാചകന് മാത്രമായിട്ടൊരു ജന്മദിനാഘോഷം വന്നത്? അതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി സാധാരണഗതിയിൽ കുറച്ച് കാലങ്ങൾ മുൻപ് പകര മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന ചാലിയം ജുമാ മസ്ജിദിലെ ചീഫ് ഇമാം, അദ്ദേഹം കുറേ സ്വപ്നകഥകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ആദ്യം വന്നിരുന്നത്. പിന്നീട് CM-നെ കൊണ്ട് വന്നു. CM-നെ കൊണ്ട് വന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് സ്വപ്നകഥകളുടെ ഒപ്പവും ഉണ്ടായിരുന്ന വേറൊരു വ്യക്തിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെക്കുറിച്ചും നിരവധി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ജന്മദിനാഘോഷത്തെക്കുറിച്ച് എന്താണ് പകര മുഹമ്മദ് ഹസനി പറയുന്നതെന്ന് കേൾക്കാം നമുക്ക്. സുന്യാളും തുടങ്ങിയിരിക്കുന്ന ഈ പരിപാടി ബർത്ത്ഡേ ജനിച്ചത് ഇജ്ജ് മാത്രമേ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായിട്ടുള്ളൂ, വേറെ ഇജ്ജ് കുട്ടിയല്ല, എന്റെ വാപ്പാക്ക് കുട്ടിയല്ല, അനക്ക് മാത്രമേ കുട്ടി ഉണ്ടായിട്ടുള്ളൂ. എന്തോ സാധനം അറിയാം ഈ കുട്ടി. ഈ കുട്ടി ഇപ്പം ലൗഹുൽ മഹ്ഫൂദിൽ ഇറങ്ങിയതാ. എന്നിട്ട് ഇത് ജനിച്ച ഡേറ്റ് ഇങ്ങനെ കാത്തിക്ക, കേക്ക് മുറിക്കാനും മൗലിദ് നടത്താനും. ചെങ്ങായി എനിക്ക് വേറെ വല്ല പണി നോക്കിക്കൂടെ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ലക്ഷക്കണക്കിന് അയിമത്തി ഇവിടെ ജനിച്ചു വഫാത്തായി പോയി, അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. ജീലാനി തങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, റിഫായി തങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, ഹാജാ തങ്ങൾ കഴിച്ചില്ല. സമസ്ത പണ്ഡിതന്മാർ ഇന്ന് ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല. ഇവർക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായിക്കണം, ഇത് എവിടുത്തെ എത്താന്ന് അറിയില്ല. ആ നിലക്കുള്ള സാധനമാണ് ഇത്. ഈ കാലത്ത് ജനിച്ച് ഈ വാട്സപ്പിന് ഫേസ്ബുക്കിന് കാലത്ത് ജനിച്ച സാധനമല്ല, ഇത് എന്റെ കഴുത്തേക്ക് വരാൻ സാധ്യത ഓർത്തോണ്ടി. ഇതിനാണ് ഇപ്പൊ ബർത്ത്ഡേ കഴിക്കണത്. വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അതിനാണ് നമ്മൾ ഹഖീഖത്ത് അറുത്തത്, അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത്, ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ ചെയ്യുക. പിന്നെ കൊല്ലം ഡേറ്റ് വരുമ്പോ ഇല്ല അങ്ങനെ ഒരു ബഹുമാനം ഇസ്ലാം പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ധാരാളമുണ്ട്. ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകർ കൽപ്പിച്ചിട്ടില്ല, അനുഷ്ഠിച്ച് കാണിച്ചിട്ടില്ല, അയിമത്തിന്റെ ഉലമാക്കളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എവിടുന്നാടോ നിങ്ങൾക്ക് ഇത് കിട്ടിയത് എന്നാണ് പകരം മുഹമ്മദ് ഹസനി പോലും ചോദിക്കുന്നത്. അതൊരു പോയിന്റാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു കാര്യം റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു നിലപാടാണ് അയിമത്തിന്റെ ഉലമാക്കൾക്കെങ്കിൽ സമസ്ത മുസ്ലിയാക്കന്മാർ ആരും തന്നെ അവരുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഇപ്പോൾ കുറെ ആളുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പാടില്ല എന്ന് പകരം മുഹമ്മദ് ഹസനി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും പാടില്ലാത്തത് പുണ്യപ്രവാചകന്റെ പേരിൽ പാടുമോ, ചെയ്യാൻ പറ്റുമോ?
ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് അത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ള ആ ഒരു കാര്യം അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ 12 എന്ന അല്ലെങ്കിൽ റബീഉൽ അവ്വൽ എന്നുള്ള മാസമൊന്നും ആ കാലത്തില്ല, പിന്നീട് വന്ന കാര്യമാണ്. കാരണം ഹിജ്റി കലണ്ടർ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് വന്നതെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ഹിജ്റ എന്നുള്ള ആ ഒരു ഇത് അടിസ്ഥാനമാക്കി തന്നെയാണ് ഹിജ്റ കലണ്ടറിന്റെ കാര്യങ്ങൾ പറയാറുള്ളത്. ഹിജ്റ ഇത്രാം വർഷം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഈ പറയപ്പെട്ട റബീഉൽ അവ്വൽ 12-നാണ് എന്ന് കൂടുതൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തല്ലേ? വഫാത്തിനെ ആഘോഷിക്കുകയാണോ വേണ്ടത്? അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ, വളരെയേറെ വിഷമത്തിലേക്ക് നയിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ ആ ഒരു ദിവസം നടക്കുന്ന ഈ ആഘോഷങ്ങളെ ഏത് രൂപത്തിലാണ് മുസ്ലിം ലോകം മനസ്സിലാക്കേണ്ടത്? ഇവിടെ 4 മുസ്ലിയാക്കന്മാരെയാണ് കാണിച്ചത്. അവർ ഇവിടെ പറഞ്ഞത് നബിദിനം എന്നുള്ളൊരു വിഷയം സംബന്ധിച്ചേ അല്ല. ഇനി അത് പറഞ്ഞുകൊണ്ട് വരണ്ട. വീഡിയോ മുഴുവൻ കാണാതെ കമൻറ്റ് ചെയ്യുന്ന ആളുകളോട് വളരെയേറെ പുച്ഛത്തോടെയാണ് എനിക്ക് ആ കാര്യങ്ങൾ നോക്കാൻ കഴിയുള്ളൂ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ തയ്യാറാവാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെയോ ഉസ്താദന്മാരുടെയോ ഒക്കെ വീഡിയോ എടുത്തിട്ട് പറയുമ്പോൾ ഞാൻ അതിനിടയിൽ പറയണ്ട എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ തമ്പനയിലിൽ കാണാം, ആ വ്യക്തിയുടെ ഫോട്ടോ നമ്മൾ ചെയ്യാറുണ്ട്. അവരുടെ ചാനലിൽ പോയി നോക്കുക. ഈ വിഷയത്തിൽ അവരെന്താണ് പറഞ്ഞത് നിങ്ങൾ കേൾക്കാം. ഇപ്പോൾ അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന ഉസ്താദിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ അൻസാരി സുഹരി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ പിന്നെ എനിക്കത് ഇടേണ്ട ആവശ്യമില്ല. ആ ലിങ്ക് പോസ്റ്റ് ചെയ്താൽ പോരെ അല്ലേ? എന്നിട്ട് അതിൻ്റെ അല്ലെങ്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി റൈറ്റും വാങ്ങിപ്പോയാൽ പോരെ. ഇത് റിയാക്റ്റിംഗ് വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ പ്രതികരണ വീഡിയോ. ഇവിടെ ഇങ്ങനെയാണ്. താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്തിട്ട് എന്നെ കുറ്റം പറയുന്നതിന് പകരം കാണാതിരിക്കുക എന്നുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ജന്മദിനാഘോഷം സംബന്ധിച്ച് തന്നെയാണ് ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞത്, നബിദിനമല്ല. എന്നാൽ നബിദിനം ആഘോഷിക്കുന്നത് ജന്മദിനാഘോഷമായിട്ടാണ്, നബിയുടെ ജന്മദിനം ആഘോഷമായിട്ടാണ്. ഈ മുസ്ലിം ഉമ്മത്തിന് ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ചിന്തിക്കുക, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിലാണ് ദൃഷ്ടാന്തമുള്ളതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആരെയും വെറുപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ അല്ല. കരളിൻ്റെ കഷ്ണമായി സ്നേഹിക്കുന്ന പുണ്യപ്രവാചകനെ അവഹേളിക്കുന്നത് കാണുമ്പോൾ നമുക്കിതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.